അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ പവർ ഓപ്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പവർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ സേവിങ്, നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ പവറുകൾ എങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാമെന്ന്, കമ്പ്യൂട്ടർ പവറുകൾ നമുക്ക് എങ്ങനെയൊക്കെ സേവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പവർ ഓപ്ഷനിൽ കൂടുതൽ പഠിക്കുന്നത്. അതിൽ 3 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പലതരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പവർ സേവ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ സാധാരണ ഫെമിലിയർ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷട്ട് ഡൗൺ ആൻഡ് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് എല്ലാവർക്കും എന്ത് ചെയ്യും, ഫെമിലിയർ ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ഷട്ടിങ് ഡൗൺ. ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എന്ത് ചെയ്യും, സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതാണ് എന്ത് ഷട്ട് ഡൗൺ എന്നുള്ള ഓപ്പറേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻ. റീസ്റ്റാർട്ട് എന്നുള്ള ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റീസ്റ്റാർട്ട് ബട്ടൺ അമർത്തുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഷട്ട് ഡൗൺ ആവും, പിന്നെ വീണ്ടും റീസ്റ്റാർട്ടായി വരികയാണ് ചെയ്യുന്നത്. അതിൽ പിന്നെ അടുത്ത വേറെ ഓപ്ഷൻ ഉണ്ട്, സ്റ്റാൻഡ് ബൈ ഉണ്ട്, ഹൈബർനേറ്റ്, ലോഗ് ഓഫ് ഉണ്ട്, സ്വിച്ച് യൂസർ ഉണ്ട്. അഡീഷണൽ 4. അപ്പൊ ഇതിനെ കുറിച്ചുള്ള സാധാരണ ആളുകൾക്ക് എന്ത് ചെയ്യില്ല, അത്ര അറിവ് ഉണ്ടായിരിക്കുന്നില്ല. മോസ്റ്റ് ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന പവർ സേവിങ് മോഡുകൾ എന്ന് പറഞ്ഞാൽ ഷട്ട് ഡൗൺ, റീസ്റ്റാർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന സ്റ്റാൻഡ് ബൈ, ലോഗ് ഓഫ് എന്ന് പറഞ്ഞ യൂസേജ് എന്തിനാ വെച്ചാൽ, നമ്മൾ ലോഗ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂസർ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗ് ഓഫ് ചെയ്യുന്നത്. ലോഗ് ഓഫ് എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുമ്പോൾ നമ്മൾ സാധാരണ കേസിൽ നമ്മൾ ഓപ്പൺ ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും എന്ത് ചെയ്യും, ഷട്ട് ഡൗൺ ആവും. എന്ത് മാത്രമേ ഷട്ട് ഡൗൺ ആവുള്ളൂ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ മാത്രമേ ഷട്ട് ഡൗൺ ആവുള്ളൂ ലോഗ് ഓഫ് ചെയ്യുമ്പോൾ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷട്ട് ഡൗൺ ആവില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷട്ട് ഡൗൺ ആവില്ല. അപ്പൊ നമുക്ക് ലോഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 2 യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ യൂസറിൽ എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്ത് കയറാൻ സാധിക്കും. പക്ഷേ ലോഗ് ഓഫും സ്വിച്ച് യൂസറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, സ്വിച്ച് യൂസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂസർ ചേഞ്ച് വരുത്തുന്നത് വെച്ചാൽ, സ്വിച്ച് യൂസർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അപ്ലിക്കേഷൻ ഷട്ട് ഡൗൺ ആവാതെ നമ്മളെ ഷട്ട് ഡൗൺ ആവാതെ യൂസർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഓരോ യൂസറും ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻസ് ഷട്ട് ഡൗൺ ആവുന്നില്ല. അതാണ് സ്വിച്ച് യൂസർ ലോഗ് ഓഫ് നമ്മളുടെ വ്യത്യാസം. ഇനി അടുത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന 2 പവർ സേവിങ് മോഡുകളാണ് എന്ത്, സ്റ്റാൻഡ് ബൈ ആൻഡ് ഹൈബർനെറ്റ്. ഈ സ്റ്റാൻഡ് ബൈ ഹൈബർനെറ്റ് എന്ന് പറഞ്ഞ യൂസേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയും പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് ബൈ മോഡലോ ഹൈബർനെറ്റ് മോഡലോ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പവർ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്റ്റാൻഡ് ബൈ ഇട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ് കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു ഡിവൈസാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ. ഈ റാൻഡം ആക്സസ് മെമ്മറി വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള പവർ ഒഴികെ ബാക്കി എല്ലാ ഡിവൈസസിൻ്റെയും എന്ത് പവർ കട്ട് ഓഫ് ആയി പോകുന്നു. റാമിനകത്തുള്ള പവർ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് എന്ത് സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുന്നത്. അപ്പോൾ സാധാരണ ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന മെമ്മറിയിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എല്ലാ ആപ്ലിക്കേഷൻസും സേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ആ ടെമ്പററി മെമ്മറി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ പവർ മാത്രം എന്ത് ചെയ്യും, SMBs പ്രൊവൈഡ് ചെയ്യും. ബാക്കിയെല്ലാം എന്ത് ചെയ്യും, കട്ട് ഓഫ് ചെയ്യും. അതാണ് എന്ത് സ്റ്റാൻഡ് ബൈ നടക്കുന്ന പ്രോസസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും കാരണവശാലും നമ്മുടെ മെയിൻ പവർ ഓഫ് ആവുകയാണെങ്കിൽ നമ്മൾ ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന റാമിൻ്റെ പവറും കട്ട് ഓഫ് ആവും. അതിനനുബന്ധിച്ചിട്ടുള്ള അതിന് ലോഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളും ഓപ്പൺ ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഷട്ട് ഡൗൺ ആയി പോകും. പിന്നെ നമ്മൾ കറണ്ട് ഓൺ ചെയ്യുന്ന സമയത്ത് എന്താവും, വീണ്ടും പുതിയ അപ്ലിക്കേഷൻസ് വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് റൺ ചെയ്യേണ്ട ആവശ്യം വരും. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഹൈബർനെറ്റ് എന്ന് പറഞ്ഞിട്ട് പവർ സേവിങ് മോഡ് എന്ന് പറയുന്നത്. ഇത് ഹൈബർനെറ്റ് ഉപയോഗിച്ച് നമ്മൾ സിസ്റ്റത്തിന് പവർ സേവ് ചെയ്യുമ്പോൾ അതിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, അതിൽ നമ്മൾ ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്ത് നമ്മുടെ അപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം സേവ് ചെയ്തിരിക്കുന്ന ഹാർഡ് ഡിസ്കിനകത്ത് സ്പെസിഫിക് ആയിട്ടൊരു സിസ്റ്റം ഫയൽസിനകത്താണത്, ഒരു ഹൈബർനെറ്റ് ഡോട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഫയൽസിനകത്താണത് നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മുടെ ഡാറ്റാസ് അപ്ലിക്കേഷൻസ് ഒക്കെ സേവ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ക്വിക്കായിട്ട് എന്ത് ചെയ്യും, ബൂട്ട് ചെയ്യും. സാധാരണ ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഏകദേശം 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, സാധാരണ ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൈം എടുക്കാറുണ്ട്. പക്ഷേ ഹൈബർനെറ്റ് വഴി നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ വോയിസ് ലോഡ് ചെയ്യും. അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ഒരിക്കലും എന്ത് ഉണ്ടാവില്ല, ഷട്ട് ഡൗൺ ആയിട്ടുണ്ടാവില്ല. നമുക്ക് അപ്ലിക്കേഷൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും.
അതാണ് എന്ത് ഹൈബർനേറ്റിന്റെ പ്രത്യേകത പറഞ്ഞാൽ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റംസും എല്ലാ പവറും ഓഫ് ചെയ്താലും പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് അതേ ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് എന്ത് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മുടെ പവർ സേവിങ് ഓപ്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വിൻഡോസ് 7-ലാണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് നമ്മൾ ഷട്ട് ഡൗൺ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡീഷണൽ ആയിട്ട് ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിൽ ഷട്ട് ഡൗണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ പവർ സേവിങ് ഓപ്ഷൻസ് ഉണ്ട്. സ്ലീപ്പ്, റീസ്റ്റാർട്ട്, ലോക്ക് ആൻഡ് ലോഗ് ഓഫ്, സ്വിച്ച് യൂസ്. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ലോഗ് ഓഫ് ചെയ്യണം, ലോഗ് ഓഫ് ആവും, സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഹൈബർനേറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈബർനേറ്റ് എന്നുള്ള ഓപ്ഷൻ കൂടി അഡീഷണൽ വരും. സ്ലീപ്പ് ഹൈബർനേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേപോലത്തെ വർക്ക് ചെയ്യുന്ന മോഡിലാണ്. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഹൈബർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ആയിരിക്കും വർക്ക് ചെയ്യും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുക ചില എന്തെങ്കിലും വിൻഡോസ് 7-ലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്ത് വേണം. സ്ലീപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും സിസ്റ്റംസ് സ്ലീപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് എന്ത് ഡിഫറെൻറ്റ് ടൈപ്പ് പവർ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തല്ലേ?